വഖഫ് നിയമ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ്. ഭേദഗതി ബിൽ മുസ്ലിം വിരുദ്ധമല്ലെന്ന് കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ് ബില്ലിന് ആധാരമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം വഖഫ് ഭേദഗതി ബില്ലിനെ ഇന്ത്യ സഖ്യം എതിർത്തു. हिंदू भी हो सकते हैं, मुसलमान हो सकते हैं, क्रिश्चियन हो सकते हैं, बौद्ध हो सकते हैं, पारसी, सिख सब हो सकते हैं. इसलिए मेंबर्स ऑफ पार्लियामेंट को किसी भी धर्म से जोड़ना सही नहीं है. हमने ये नहीं कहा कि वक्फ बोर्ड में इस धर्म को लेके आना चाहिए. हम नहीं कह रहे. हम ये कह रहे मेंबर ऑफ पार्लियामेंट वहाँ मेंबर होना चाहिए. अब वो मेंबर ऑफ पार्लियामेंट अगर हिंदू है या अगर क्रिश्चियन है तो हम क्या कर सकते हैं? अगर किसी कॉन्स्टिट्यूंसी से किसी एमपी को चुन के भेज दिया बाय वर्च्यू ऑफ बीइंग मेंबर ऑफ पार्लियामेंट, अगर वो बोर्ड में मेंबर होता है तो क्या हम उसको चेंज कर देना चाहिए उसके धर्म को? ये एक बेसिक बात है सर. इसलिए सर ये बिना मतलब का ये इशू उठा रहे हैं सर. उसके बाद सर ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്ത നാരായണൻ ചേരുകയാണ്. ഗൗതം, എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണു, വളരെ സുപ്രധാനമായ വഖഫ് ഭേദഗതി ബില്ലാണ് ഇന്നിപ്പോൾ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ചത്. എന്നാൽ പ്രതിപക്ഷ ബഹളവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യവും പരിഗണിച്ചുകൊണ്ടാണ് ഇതിപ്പോൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ ബില്ല് കൈമാറിയിരിക്കുന്നത്, അയച്ചിരിക്കുന്നത്. എന്തായാലും ഈ ബില്ലിലെ വളരെ സുപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ ഇവയാണ്. ഒന്ന്, വഖഫ് ബോർഡിൻ്റെ ഭൂമി കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടത്തിന് ബോധ്യം വരുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. പ്രത്യേക പോർട്ടൽ മുഖാന്തരം മാത്രമേ വഖഫ് ബോർഡുകൾക്ക് ഭൂമി ഇടപാടുകൾ നടത്താൻ പറ്റൂ. അതുപോലെ തന്നെ രാജ്യത്തെ ഏത് ഭൂമിക്ക് മുകളിലും അവകാശവാദം ഉന്നയിക്കാം എന്ന വഖഫ് ബോർഡിൻ്റെ അമിതമായ അധികാര പരിധിയെ ഇത് വെട്ടിച്ചുരുക്കുന്നതാണ് പുതിയ ബില്ല്. ഒപ്പം വനിതാ പ്രാതിനിധ്യം, ഇതര മതവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം, ലോക്സഭയിലെ 2 എംപിമാരും രാജ്യസഭയിലെ 1 അംഗവും, അങ്ങനെ ഈ വഖഫ് ബോർഡിൻ്റെ ഘടനയെ തന്നെ പൂർണ്ണമായും മാറ്റിമറിക്കുന്നതാണ് പുതിയ സുപ്രധാനമായ ബില്ല്. ഈ ബില്ല് മുസ്ലിം സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണെന്നും പിന്നോക്ക മുസ്ലിം സമുദായത്തിന് കൂടുതൽ പ്രാതിനിധ്യം നൽകി അവരെ കൂടി മുഖ്യധാരയിലേക്ക്, പിന്നോക്ക മുസ്ലിം സമൂഹത്തെയും അതോടൊപ്പം തന്നെ വനിതകളെയും കൂടുതൽ പരിഗണിക്കുന്നതാണ് ഈ ബില്ല് എന്നതായിരുന്നു കിരൺ റിജിജുവിൻ്റെ പ്രതികരണം. അതേസമയം ഈ ബില്ലിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കോൺഗ്രസും ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും ഒക്കെ അടങ്ങുന്ന പാർട്ടികൾ വലിയ പ്രതിഷേധം, ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് മുസ്ലിം വിരുദ്ധമാണെന്നും എന്ന് വിമർശിച്ചുകൊണ്ട് ബില്ലിനെതിരെ രംഗത്തെത്തി. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ സുപ്രധാനമായ ബില്ല് വിട്ടിരിക്കുന്നത്. വിഷ്ണു. ഗൗതം, ഒപ്പം തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ മുന്നണി ഈ ഒരു ബില്ലിനെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ കൂടിയും എതിർപ്പുകളെക്കാളൊക്കെ ഇതിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. നമുക്കറിയാം 70 വർഷമായി വളരെയധികം ദുരുപയോഗമാണ് ഈ വഖഫ് ബോർഡ് സംബന്ധിച്ച് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അതിനെയൊക്കെ തന്നെ തച്ചുടയ്ക്കാനുള്ളൊരു നീക്കമായിട്ട് വേണ്ടേ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തെ കാണേണ്ടത്? വിഷ്ണു, അങ്ങനെ വേണം നോക്കിക്കാണാൻ. അതായത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ക്ഷേത്ര ഭൂമികൾക്ക് മുകളിൽ പോലും വഖഫ് ബോർഡുകൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഏതാണ്ട് 9 ലക്ഷം ഏക്കർ സ്ഥലങ്ങളാണ് വഖഫ് ബോർഡിൻ്റെ പേരിലുള്ളത്. ഇതിൽ 8 ലക്ഷത്തോളം കെട്ടിടങ്ങൾ വഖഫ് ബോർഡിൻ്റെ പേരിൽ കിടക്കുന്നു. ഇതുമായൊന്നും കൃത്യമായ കണക്കുകളോ ധാരണയോ ഇല്ല. മറിച്ച് ഇത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായി പലപ്പോഴും വഖഫ് ബോർഡിൻ്റെ പേരിൽ ലഭിക്കുന്ന ഭൂമി വിൽക്കുന്നത് റിയൽ എസ്റ്റേറ്റും മറ്റുമായി ഭൂമി കുംഭകോണവുമൊക്കെ ഇത് മാറുന്നു എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വിമർശനം എന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഭൂമി ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനും ഒപ്പം വഖഫ് ബോർഡിൻ്റെ ഘടന മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായ തീരുമാനം ഈ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. 1955 ആദ്യമായി വഖഫ് നിയമം രാജ്യത്ത് ആദ്യത്തെ സർക്കാർ, ഒന്നാം നെഹ്റു സർക്കാരിൻ്റെ കാലത്ത് പാസ്സാക്കുന്നത്. പിന്നീട് 1995 നരസിംഹറാവുവിൻ്റെ കാലത്ത് അതിൽ ഭേദഗതി വരുത്തി. 2013 രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്താണ് ഭേദഗതിയിലൂടെ കൂടുതൽ അധികാര പരിധി വഖഫ് ബോർഡുകൾക്ക് നൽകിയത്. അതിനുശേഷമാണ് രാജ്യത്തെ പല ക്ഷേത്രങ്ങളുടെ ഭൂമി പോലും വഖഫ് ബോർഡുകൾ പിടിച്ചെടുക്കുകയും അല്ലെങ്കിൽ 1500 വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ ചിത്തിരപ്പള്ളിയിലെ ക്ഷേത്രത്തിൻ്റെയൊക്കെ മുകളിൽ അവകാശവാദം ഉന്നയിക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചത്
ഈ അധികാര പരിധി അമിതമായി വഖഫ് ബോർഡിന് നൽകിയതാണ്. ഈ ഘടനയെ പൂർണ്ണമായും എടുത്തു മാറ്റുന്ന രീതിയിലുള്ള ബില്ലാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. യെസ്, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.